محمد صلى الله عليه وسلم صلى الله على 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 محمد صلى الله عليه وسلم. വോളണ്ടിയർമാരെ ശ്രദ്ധിക്കുക, മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, കാര്യമായിട്ട് ശ്രദ്ധിക്കുക, ഏതൊരു ആണും പെണ്ണും ഏതൊരുക്കും ഇടക്കലറാണ്ട് സംതറോടാവട്ടെ, മാർക്കറ്റിലാവട്ടെ, കൗണ്ടറോടാവട്ടെ, ഹോട്ടലിലാവട്ടെ, എവിടും അങ്ങനെ ഒരു അവകാശം ആക്കി കൊടുക്കുക. തീരാ എല്ലാവരും അച്ചടക്ക അദബ് പാലിക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട അങ്ങനെ എല്ലാമായ PS ഉസ്താദ് അലിഫ് പഠിച്ചത് ആ ഉസ്താദ് കയ്യിലായിട്ടിക്കട്, ഉസ്താദ് ബായർ കൊണ്ടായിട്ടിക്കട് ഈ ഇൽമ് ആ ഉസ്താദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈദിലേക്ക് എത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘ ആയുസ് ആഫിയത്ത് പ്രദാനം ചെയ്തിട്ട് ശാരീരിക മാനസികമായ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹാരം തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ഖിയാമത്ത് നാൾ വരെ സുന്നത്ത് ജമാഅത്ത് പ്രവർത്തിക്കുന്നതും അതുപോലെ സുന്നത്ത് ജമാഅത്ത് ഗർജിക്കുന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആ ഉസ്താദ് വാദ ഉപദേശമുണ്ട്. അതോടൊക്കെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ആത്മസുഹൃത്ത് ബഹുമാനപ്പെട്ട സർഫുദ്ദീൻ സയ്യിദ് ഉസ്താദ് ജണ്ടുഫൽക്ക ഞങ്ങളെ ചൊല്ലുവാനായിരുന്നു ആക്കിയിട്ടുള്ള. അസ്സലാമു അലൈക്കും. അല്ലാഹു വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹവും ആദരവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ബിന്നരായ അബ്ദുൽ ഖാദർ മദനി ഉസ്താദ്, അതുപോലെ ഞങ്ങളെല്ലാവരും കാത്തുകൊണ്ടിരിക്കുന്ന നല്ലൊരു പ്രഭാഷണം ബഹുമാനപ്പെട്ട PS മദനി ഉസ്താദ്, അതുപോലെ ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ച ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ്, സ്റ്റേജിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാർ, നേതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും ഖൈറിൻ്റെ അഹ്ലക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാരാകട്ടെ. സഹോദരന്മാരെ, സുദീർഘമായൊരു പ്രഭാഷണം ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സമയം വളരെ വൈകിയിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും നല്ല സാരവത്തമായൊരു പ്രഭാഷണം കേട്ടു. ഇനി ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ നല്ലൊരു പ്രഭാഷണം കേൾക്കാനുണ്ട്. ശേഷം വന്യരായ തങ്ങൾ, മുറ തങ്ങളുടെ ദുആ, അതുപോലെ അവിടുത്തെ ഒരു പ്രഭാഷണവും കേൾക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ ഒരു വലിയ പ്രസംഗവുമല്ല, ഒരു ചെറിയ പ്രസംഗവുമല്ല എന്ന നിലയ്ക്ക് ഒരു പ്രസംഗിക്കുന്ന രീതിയിൽ എന്ത് പറയണം എന്ന് ഇവിടെ മനസ്സിലാകുന്നില്ല. കാരണം പള്ളിത്തൊടക്ക എന്ന ഈ മഖാം ഷരീഫ് അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് ഇവിടെ ആദ്യം വന്നപ്പോൾ ഏകദേശം വന്ന് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ ആകുമ്പോഴേക്ക് തന്നെ ഉസ്താദിന്റെ കൂടെ ഞാനും ഇവിടെ വന്നു. ഒന്നുമില്ലാതെ ഒരു മക്ബറ മാത്രം ഇവിടെ ഉണ്ടായിരുന്ന ആ സമയത്ത് വലിയ കാട്ടിന്റെ നടുവിൽ
നമ്മൾ സിയാറത്ത് ചെയ്തു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെ കശ്ഫ് കറാമത്ത് കൊണ്ട് നമ്മെല്ലാവരുടെയും കൽബിലുള്ള വിഷമങ്ങൾ അല്ലാഹു അകറ്റി തരുമാറാകട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു തആല പരിഹരിച്ചു തരുമാറാകട്ടെ. എൻ്റെ മുഅ്മിനീങ്ങളെ, ശരീഅത്ത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ത്വരീഖത്തിന്റെ മക്കാമിലേക്ക് കയറി അത് കഴിഞ്ഞ് ഹഖീഖത്തിലേക്ക് എത്തിയവരാണ് ബഹുമാനമുള്ള ഔലിയാക്കൾ. ഔലിയാക്കളെ സംബന്ധിച്ച് മാത്രം തന്നെ പറയാൻ ഒരുപാടുള്ളതുകൊണ്ട് ബഹുമാനപ്പെട്ട ജൗഹരി ഉസ്താദ് വേണ്ടോളം പറഞ്ഞു. എൻ്റെ മുഅ്മിനീങ്ങളെ, പൂർവകാലത്ത് തന്നെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽ തന്നെ ഔലിയാക്കളുടെ കറാമത്ത് പറയാൻ ഒരുപാടുണ്ട്. പല പുത്തൻവാദികളും ഔലിയാക്കൾക്ക് കറാമത്തില്ല എന്നും അവർ കറാമത്തല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പള്ളിത്തടക്ക മക്കാമിലേക്ക് വന്ന് സിയാറത്ത് ചെയ്യുന്ന ആളുകൾ തന്നെയാണ് അതിന്റെ മറുപടി. പ്രത്യേകമായി ഒന്നും പറയേണ്ടതില്ല. എത്രയോ ക്യാൻസർ രോഗങ്ങൾ ബഹുമാനപ്പെട്ട പള്ളിത്തടക്ക മദനി ഉസ്താദ് പറഞ്ഞിട്ടുണ്ടാവും. എത്രയോ ക്യാൻസർ രോഗികൾ, എത്രയോ അതുപോലത്തെ വലിയ വലിയ രോഗങ്ങൾ ഈ പള്ളിത്തടക്ക മക്കാമിലേക്ക് വന്ന് സുഖപ്പെട്ടവരാണ് അധികവും ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നതും. ഏത് കാടായാലും ഏത് സ്ഥലമായാലും അവിടെയൊക്കെയും എത്തിച്ചേരുന്നത് എന്തിനു വേണ്ടിയാണ്? അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടിയാണ്. അപ്പൊ ഔലിയാക്കള് എല്ലാ ഉള്ളറകളും, കൽബിന്റെ ഉള്ളറകൾ കണ്ട് നമ്മുടെ കൽബിനെയും നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ എല്ലാ ബേജാറുകളെയും കണ്ടു മനസ്സിലാക്കിയതിന് പരിഹാരം തരാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി വെച്ച ഒരു ഉപാധിയാണ്. അത് മുഖേനയാണ് സുന്നികളായ നാം അല്ലാഹുവിങ്കിൽ നിന്ന് വാങ്ങുന്നത്. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സാരിയ റളിയല്ലാഹു തആല അൻഹു, ഇതുപോലത്തെ മഹാന്മാർ, റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹ, മൈമനത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ, നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ തുടങ്ങിയ ഒരുപാട് ഔലിയാക്കന്മാരുടെ കറാമത്ത്, ഈ അടുത്ത് മരണപ്പെട്ടു പോയ വഫാത്തായി പോയ ഔലിയാക്കന്മാരുടെ കറാമത്ത് ധാരാളം അറിയുന്നവരും കേട്ടവരുമായതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, ആ ഔലിയാക്കന്മാരെ ഒക്കെയും വിശ്വസിച്ച് അവർ കാണിച്ചു തന്ന പാതയിൽ സഞ്ചരിച്ച്, അവർ കാണിച്ചു തന്ന പാത അത് നമ്മുടെ ആലിമികളെ നമുക്ക് പഠിപ്പിച്ചു തന്ന നിലയനുസരിച്ച് ഉറച്ചു ജീവിച്ച് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ ഉറച്ചു നിന്ന് മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കിട്ടി മരിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഏതൊരു സമയത്ത് അല്ലാഹു തആല തൗഫീഖ് തന്നാൽ വിശാലമായി നമുക്ക് സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെയുള്ള എല്ലാ ഉസ്താദന്മാർക്കും, ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ കൽബിലുള്ള ഉദ്ദേശം നിറവേറ്റി കൊടുക്കുമാറാകട്ടെ, രോഗങ്ങൾ മാറ്റി കൊടുക്കുമാറാകട്ടെ. ഉസ്താദന്മാർക്ക് നല്ല നിലയ്ക്ക് നമ്മെ ഉപദേശിക്കാനും നമ്മെ നയിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ച് ഒരു വിഷയവും ഞാൻ പറയാതെ ഞാൻ നിർത്തുകയാണ്. വആഖിറു ദഅവാനാ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഗബേണെ പോലെ നിർദ്ദേശം തന്നെ ബഹുമാനപ്പെട്ട ജൗഹർ ഉസ്താദും അതുപോലെ സർഫുദ്ദീൻ ഉസ്താദും നന്ദി. ഇൻഷാ അല്ലാഹ് മുഖ്യപ്രഭാസനായിട്ട് ബഹുമാനപ്പെട്ട ശൈഖ് ഉസ്താദുണ്ട്. അതിനിടയ്ക്കായിട്ട് ഒന്ന് ജണ്ട ഫലക്ക ചൊല്ലുമെന്ന ബട്ട്ലടക്ക അബ്ബാസക്ക പ്രസിഡന്റ് ബട്ട്ലടക്ക ജമാഅത്ത് കമ്മിറ്റി അയാളെ ജണ്ട ഫലക്കത്ത് പേരെ നാളെ വിളിക്കുക. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഉടമറപ്പെട്ട് കിടന്ന വലിയുല്ലാഹി ദർഗാ ഷരീഫ് ഉറൂസോടനുബന്ധിച്ചിട്ട് നടത്തപ്പെട്ട ഒരു സമാരംഭത്തിലായിട്ടിക്കത് നാനും നിങ്ങൾ ഒരുമിച്ച് കൂടി ഈ വേദിക്കലുള്ള ബഹുമാനപ്പെട്ട ഉറുവാൽപദയിൽ ഒരുപാട് കാലം ജോലി ചെയ്തിട്ട് ഇപ്പം ഞങ്ങളെല്ലാവർക്കും ഒരു മുമ്പന്തിയിലുള്ള ബഹുമാനപ്പെട്ട ഇബ്രാഹിം മദനി ഉസ്താദ്, അതേപോലെ ഗുരുവായൂരിക്കര ദർഗാ ഷരീഫിന്റെ മുട്ടത്തിൽ ഔഡറെ പള്ളിയിൽ മുത്താലിമീങ്ങളെ വെച്ച് ദർസ് നടത്തിയ ബഹുമാനപ്പെട്ട ഷറഫുദ്ദീൻ ഷാദി ഉസ്താദ്, അതുപോലെ ഇവിടെ പ്രസംഗിച്ച് നെല്ലിയാടിയുടെ ഉസ്താദ്, അതേപോലെ ഒരുപാട് പക്കത്തിൽ പള്ളിയുടെ കോൺട്രാക്ട് മുഖാന്തര ഒരു ഉദ്യമിയായിട്ട് ഞങ്ങളൊട്ടിയ ഉള്ള ബഹുമാനപ്പെട്ട യാക്കുബാക്ക കണ്യാടി, ഇച്ചൂർ പുത്തുമോണാക്ക, അതേപോലെ ഈ പള്ളിത്തടുക്കമായിട്ട് മാറ്റിയ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി ഉസ്താദിന്റെ ബഗൽ ചൊല്ലുന്ന ഒരുപാട് ചെല്ല. ഞാൻ അയാളെ ദീപ്പാട്ടിട്ടൂടെ അയാളെ മധു ചൊല്ലുക ഞാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഞാൻ പൽക്കപ്പറയുടെ ഒരു വേദിക്ക് കൂടിയതല്ല. പിന്നെ ബഹുമാനപ്പെട്ട മദനി ഉസ്താദ്ക്ക് ഉള്ള ആ പിർസ ನಾನು ತೀರೆ ಪಲಕ ಬರೆಯಿಲ್ಲ ಚೆನ್ನ ಅದು ಇಲ್ಲಾಂಟಾയി പോണ്ടേ പേണ്ട ചൊല്ല നിലക്ക് ഒന്ന് രണ്ട് പലക മാത്ര പലക പറഞ്ഞിട്ട് എൻ്റെ ഈ ജാഗ്രത കാലിയാക്കുന്നു ഞാൻ പ്രയത്നപ്പെട്ടെ. ഈ തിങ്കൾ ബഹുമാനപ്പെട്ട പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇന്ത്യ ദേശത്തിൽ മാത്രമല്ല ഇടീ വിശ്വത്തിലെ കൊണ്ടാടിയ പോലത്തതായ ഒരു തിങ്കളായിട്ട് റബീഉൽ അവൽ തിങ്കൾ. അതോടുകൂടി എല്ലാ മോത്തിലും ഈദ് മിലാദ് റാലിയോടൊപ്പം ബഹുമാനപ്പെട്ട ഞങ്ങൾ എല്ലാവരും ഷേഖുന ഓ മുർഷിദന സയ്യിദുന ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ കുഞ്ഞുക്കോയ തങ്ങൾ നവറല്ലാഹു മർകസഹു വനഫഅനാ ബിഹിം ഫിദ്ദാറൈൻ ബഹുമാനപ്പെട്ട അയാളെ അനുസ്മരണ കൂടി നടന്നുകൊണ്ടുള്ള സമയത്തിലായിട്ട് നാനും നിങ്ങൾ ഇവിടെ ജീവിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട ആ താജുല്ലുലമയുടെ തനല്ലായിട്ട് ആ താജുല്ലുലമയുടെ നിർദ്ദേശന പ്രകാര നടക്കുകയും ഞങ്ങൾക്കും ഞങ്ങളുടെ ഉള്ളങ്ങും ഇവിടെ കൂടിയങ്ങും അതുപോലെ എന്ന് അതിരെ പിങ്കാമിട്ട് പണ്ട ആ അഹൽക്കാർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇണ്ട് ഇവിടെ നടക്കട ഈ ഉറൂസ് സമാരംഭ ബഹുമാനപ്പെട്ട സുഹരി ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ ഒരുപാട് ചൊന്ത് ഞങ്ങ ആരെങ്കോർത്ത വേദിക്കൽ പൽക്ക പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കു ഞങ്ങളെ ശ്രദ്ധ ആ വേദിക്കരെ കടക്കായിട്ട് ഇന്നെങ്കിൽ ഭാരി ഹൈർ. ഞാൻ പൽക്ക പറയുമ്പോൾ എൻ്റെ കടക്ക് നിങ്ങൾ നോക്കൊണ്ട് ചൊല്ലല്ലേ. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ നല്ല തൂക്കമുള്ള നല്ല ഘനമുള്ള നല്ല അർത്ഥവത്തായ പ്രസംഗം ഇവിടെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളെ ഗമന ಬೇರೆ മോത്തുക്ക് പോയി എൻ്റെ കണ്ടെത്തെങ്കിൽ ഉസ്താദ്മാർ എന്തിനു പ്രസംഗിച്ചത് ഞാൻ പള്ളിത്തടുക്കത്തേക്ക് പോയിട്ട് എന്തിനു കേട്ടിരെ ചൊല്ലണക്ക് ആരോട്ടും ചൊല്ലൊക്കെ ഞങ്ങൾ തിക്കില്ല. ഒരുവേള ചൊല്ലണക്ക് ഞങ്ങളുടെ ഇല്ലാണ്ട് കണ്ടെത്തെങ്കും ഇന്നൊരുത്തക്ക് ചൊല്ലൊക്കെ ഞങ്ങൾക്ക് ആവില്ലെങ്കും ജീവിതത്തിൽ ഞങ്ങൾക്ക് അത് പകർത്തണക്കോ ഉള്ള ഒരു അവകാശമായിട്ടിക്കരുത്. അതുകൊണ്ട് നല്ല ശ്രദ്ധയോട് കൂടി അതിന് ഞങ്ങൾ കേൾക്കൽ ബഹള പ്രാമുഖ്യമായിട്ടിക്കരുത്. ഈ പള്ളിത്തടുക്കത്തെ ഈ നിലക്ക് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ മദനി ഉസ്താദ് സ്വാഭാവികമായിട്ട് ഉള്ളാളത്തില് മദനി കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ നക്ക് പരിചയമുണ്ട്. ആ സ്വാഭാവികമായിട്ടുള്ളതായ ആ സ്വഭാവം അണ്ട് എങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തിൽ ഇണ്ട് പള്ളിത്തടുക്കത്തേക്ക് വന്നിട്ട് ഒരുപാട് ആൾക്കാരെ കൂടിയിട്ട് ഇടണുകോ അള്ളാഹു തൗഫീഖ് കൊടുത്തറ. എന്നിട്ടും ആ അയാൾ ആ സ്വഭാവ ഗുണ മാറിയിട്ടില്ല ചൊല്ലത് അത് വിശേഷമായിട്ടിരിക്കരുത്. ചിലപ്പോ ചില ആൾക്കാർക്ക് ഒരുപാട് ആൾ കൂടുമ്പോ
കയ്യിൽ തെല്ല് ആർത്ഥികമായിട്ട് ബലാഢ്യാവുമ്പോ തെല്ല് കിബ്രിയത്ത് ബന്യത്തിരണ്ടുണ്ട്. ഒരിക്കലും അത് മദനി ഉസ്താദിന്റെ കയ്യിൽ ഞാൻ കണ്ടോണ്ടില്ല. ബഹുശാ അയാളെ ജീവന പൂർത്തി ഇതേ ശൈലി നടക്കും. അള്ളാഹു അയാൾക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ കാര്യക്രമ എവിടെ നടക്കണെങ്കിലും ചില പക്കത്തിൽ ചെന്നോണ്ടിരിക്കുന്നത് എല്ലാ മൊത്തം കലക്ഷൻ ഉണ്ട്. ഞാൻ ഇത് എന്തൊക്കെ ചൊല്ലിട്ട ചെന്നെങ്കിൽ ഇന്ത്യത്തിലെ വലിയൊരു സ്ഥാപന മർക്കസു സഖാഫത്ത് സുന്നിയ പോലത്തതായ സ്ഥാപന ഇന്ന് നടക്കണമെങ്കിൽ അത് ഒരുപാട് കലക്ഷന്റെ മൂലക്കായിട്ടിരിക്കരുത്. ബഹുമാനപ്പെട്ട കമറുൽ എ പി ഉസ്താദിനെ മുട്ട അയാളെ സ്വന്തം ആസ്തിയ സ്വന്തം മുതല എന്ന് ഉള്ളത് കൊണ്ടല്ല ആ കോളേജ് നടക്കടെ, ആ സ്ഥാപനം നടക്കടെ. അതേപോലെ എല്ലാ സ്ഥാപനങ്ങളും കൂടെ ഇസ്ലാം സുന്നി അടിസ്ഥാനത്തിൽ നടക്കടെ എല്ലാ സ്ഥാപനങ്ങളും നടക്കടെ കലക്ഷനിലായിട്ടിരിക്കരുത്. ഇണ്ട് പലതടുക്ക ഉറൂസ് നടക്കണം അതിലെ ആയിട്ടിരിക്കരുത് ചൊല്ലിടത് യാഥാർത്ഥ്യമായിട്ടിരിക്കരുത്. അതുകൊണ്ട് ഞങ്ങൾ സുന്നത്ത് ജമാഅത്തിന്റെ കാര്യക്രമം എവിടെല്ലാം നടക്കണ അവിടേക്ക് ആ എത്ര ഞങ്ങൾ പോയിട്ട് ಅದಕ್ಕೆ പ്രോത്സാഹനം നൽകുകയോ നിങ്ങളും നാനും പ്രയത്നാക്കുവാണ്ട് ചൊന്നുണ്ടു. നിങ്ങളൊട്ടി ഇവിടെ കൂടിയ ആൾക്കാരൊട്ടി ഒരു വിനന്തിയാക്കിയുണ്ടല്ലോ. ഞാൻ കുപ്പേട്ടി SMAയുടെ റീജിയണൽ കമ്മിറ്റിയുടെ ഒരു പ്രസിഡന്റായ നിലക്ക് ഞാൻ നിങ്ങളുടെ ചൊല്ലുന്നത് എന്താ ചൊന്നെങ്കിൽ നാളേക്ക് 17 താരീഖിടണ്ട് SMAയുടെ അടിയിൽ ബഹുമാനപ്പെട്ട ലോക നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു ഈദ് മിലാദ് റാലി തുർക്കലിക്ക ദർഗാ ഷരീഫ് സിയാറത്തോടു കൂടി നടക്കട്. അതിൽ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസുല്ലാഹു സിർറുൽ അസീസ് തങ്ങളെ ഒരു അനുസ്മരണ കൂടി കല്ലേരി സിറ്റിയിൽ വെച്ചിട്ട് നടത്തുന്ന നിഘണ്ടാക്കിയ. അതുകൊണ്ട് ആ സമ്മേളനത്തിക്ക് ആ റാലിക്ക് നിങ്ങളെല്ലാവരും ആത്മീയമായ നിലക്ക് നിങ്ങൾ ഭർമ്മം ചെന്നിട്ട് അഭ്യർത്ഥനാക്കിയുണ്ട്. ഈ സന്ദർഭത്തിൽ ഇവിടെ വന്നിട്ട് നിങ്ങളെ മുന്നുള്ള ഒന്ന് രണ്ട് പലക പറയാൻ അവകാശം തന്നെ ബഹുമാനപ്പെട്ട മദനി ഉസ്താദിക്ക് അതേപോലെ സംഘടകർക്ക് അള്ളാഹു ദീർഘായുസും ആഫിയത്തും നൽകട്ടെ ചൊല്ല ദുആത്തോടു കൂടി ഞങ്ങളെല്ലാം ഈ നിലക്ക് നാളെ മറിച്ചൽ പിന്നെ അവന്റെ പരിശുദ്ധമായ ആ സ്വർഗഭവനത്തിൽ ഇതുപോലെ ഒരുമിച്ച് കൂടെ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കടയ്ക്ക് മുന്നല്ലോ പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുറൗള കണ്ടിട്ട് മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യുക ഞങ്ങൾ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോടുകൂടി ഞങ്ങൾ ദുനിയാവും ആഖിറവും സലാമത്താവാൻ വേണ്ടിയിട്ട് ഉസ്താദ്മാരുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ട് എൻ്റെ പൽക്കത്ര നിപ്പാട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. നമുക്ക് ഉപദേശം അതുപോലെ ചൊന്നെങ്കിൽ ബഹുമാനപ്പെട്ട അബ്ബാസ്ക്ക് നന്ദി. ഞങ്ങളുടെ സ്റ്റേജിക്ക് അസ്രഫ് അലി കുഞ്ഞി സ്വാഗത ചൊല്ലുടെ. അതേപോലെ നമുക്ക് ആത്മസുഹൃത്ത് ബഹുമാനപ്പെട്ട അനീഫക്കൽറയും എന്നാണ് സ്വാഗത ചൊല്ലുടെ. ഇൻഷാ അല്ലാഹ് ഇനി മുഖ്യ പ്രഭാഷണമായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദായിട്ടിരിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാ വാരവും 9:45 സ്വലാത്തുണ്ട്. ജാതി മത ഭേദമില്ലാണ്ട് പാർട്ടി ഗ്രൂപ്പില്ലാണ്ട് നടക്കുന്ന സ്വലാത്ത് സിയാറത്തായിട്ടിരിക്കുന്നത്. സലഫികൾ പോലും അവകാശമുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച സമയം ചില സലഫികൾ വന്നിട്ട് నాకు പിന്നെ ഗുന്തായ ഉസ്താദ് ഫസ്റ്റ് വന്നിട്ട് നമുക്ക് ഉഷാറില്ല. അങ്ങനെ ചില വിഷയത്തിൽ പള്ളിത്തിരക്ക മക്കാമ് നേർച്ചയാക്കിയ ശരിയാവിടൂ ചൊല്ലി എല്ലാവരും ചൊന്നുകൊണ്ടുള്ളത് കൂട്ടത്തിലും നാണു ഒരു നേർച്ചയാക്കിയ ഒരു വലിയ രോഗം ഇന്ന് അങ്ങനെ ആസ്പത്രിയിലെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെന്നവരു അങ്ങനെ എല്ലാവരും നേർച്ചയാക്കി നാണു നല്ലൊരു നീയത്ത് നേർച്ചയാക്കിയ ശരിയാവിടെ നോക്കാണ്ട് സുബ്ഹാനല്ലാഹ് ആസ്പത്രിയിൽ പോയപ്പോൾ ഡോക്ടർ ചെന്നു ഓപ്പറേഷൻ വേണ്ട ഉഷാരായിട്ട് അകത്തില്ല ഇൻഷാ വീണെങ്കിൽ ഒരു വാരം കഴിഞ്ഞ് നോക്കാം. അങ്ങനെ ഒരു വാരം കഴിഞ്ഞിട്ട് നാം പോയ വേണ്ട ചൊന്തു. പിന്നൊരു വാരം കഴിഞ്ഞ് പറഞ്ഞു ചൊന്തു. അങ്ങനെ പോയപ്പോൾ മുക്തമായിട്ട് സീക്ക് സുമറായിട്ട് പള്ളിത്തിരക്ക് കറാമത്തുണ്ടുണ്ട് ഞാൻ വിശ്വസിച്ചത്. അപ്പം അയാൾ ചെന്ന പള്ളിത്തിരക്ക് മാത്രമല്ല മഹാന്മാർക്ക് എല്ലാം അയാളിട്ടി ഞാൻ ചെന്ന മഹാന്മാർക്ക് എല്ലാ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്. കാരണം നിയത്ത് വേണം. സുന്നിക്ക് നല്ല നിയത്തുണ്ട്, നിങ്ങൾക്ക് നിയത്തില്ല.
അത് പള്ളിത്തിറങ്ങുന്ന പ്രത്യേകിച്ചും നല്ല നീയത്തിൽ കൂടി വന്നെങ്കിൽ പരിപൂർണമായ ഷിഫ കിട്ടിച്ചുണ്ട് ഞാൻ നിങ്ങൾക്ക് എഴുതി തണ്ടനായ പ്രവാസം കൊടുത്താൽ മാത്രം പിന്നത്തെ ദിവസം ചില ആൾക്ക് നീയത്ത് ശരിയാവില്ല. അത് നീയത്തില്ലാതെ കൊണ്ടായിട്ടിട്ട് സുന്നിക ചൊന്ന ഒറിജിനൽ നീയത്തോട് കൂടി പണ്ട് സലഫിയും ഇനി അതേപോലെ നീയത്തോട് കൂടി വന്ന് പരിപൂർണമായ ഷിഫ കൊണ്ട് ചെന്നിട്ടു ഞാൻ അയാൾ ചൊന്നാൽ അങ്ങനെ ചെന്ന സലഫിങ്ങാണ് ഇവിടെ വന്നിട്ടുള്ളവർ കല്ലുകുറിൽ നിന്നത് ഇത് സാർ പല സ്വരാത്ത് തിങ്കളുടെ സ്വരാത്തേക്ക് ഉത്തർപ്രദേശ അതുപോലെ ബാംഗ്ലൂർ ഇടുക്കി തമിഴ്നാട് ചെമ്മ ആൾക്കാർ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാർ കറാമത്ത് കൊണ്ട് സുന്നത്ത് ജമാഅത്തിലായി ആടി ഉറച്ച് നിൽക്കും തൗഫീഖ് നൽകട്ടെ. എല്ലാവരും അവകാശം ബറലോട് കൂടി ഞങ്ങളെ ആശയ രണ്ട് ആശയ ഞങ്ങളെ ആശയ ഊട്ട് കമ്മിറ്റി ആശയ സുന്നത്ത് ജമാഅത്തിലെ ആശയമായിട്ടിട്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആർക്കും അവകാശമുണ്ട്. ഇവിടെ ജാതി മത ഭേദ ഏതും ഇല്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല ബന്ധങ്ങൾ എല്ലാവരും ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും മുഖ്യപ്രഭാഷകരായിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അതിലേക്ക് ഞങ്ങളെ ഒക്കൂടെ അധ്യക്ഷരായിട്ട് ബഹുമാനപ്പെട്ട നസീറൊക്കെ ബന്ധു അയാൾ സ്വാഗതിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് മുഖ്യപ്രഭാഷണം മെയിനായിട്ട് ബഹുമാനപ്പെട്ട ഷെയ്ഖുന മുർഷിദിന ഞങ്ങളുടെ ഉസ്താദിനെ ഞാൻ ആദരപൂർവ്വം വിളിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറില്ലാഹ്. വന്ദ്യരായ ഖാദിർ മദനി, സർഫുദ്ദീൻ ഷഹദി, ജൗഹരി, അങ്ങനെ തുടങ്ങി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പണ്ഡിതന്മാർ, മുഖ്യാതിഥികളായി ക്ഷണിക്കപ്പെട്ട നേതാക്കൾ, സഹോദരങ്ങൾ, ഉമ്മപ്പെങ്ങന്മാരായ സഹോദരികൾ, ഈ ഒരുമിച്ച് കൂടിയത് സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല പെടുത്തുമാറാകട്ടെ. വന്നതും മടങ്ങിപ്പോകുന്നതും സ്വീകാര്യയോഗ്യമായ അമലാക്കി തീർക്കുമാറാകട്ടെ. ഔലിയാക്കന്മാരുടെ പൊരുത്തത്തിലായി ജീവിക്കാൻ, സുന്നത്ത് ജമാഅത്തിലായി തൗഹീദിന്റെ കലിമ ഉച്ചരിച്ച് മരിക്കാൻ നമുക്കേവർക്കും അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു സാരസമ്പൂർണമായ ഒരു പ്രസംഗം കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു പ്രസംഗത്തിന് ആഗ്രഹിക്കുന്നില്ല എങ്കിലും ബഹുമാനപ്പെട്ട തങ്ങളവരുടെ പ്രസംഗവും ദുആയും നടക്കാനിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഇന്ന് ഉറൂസ്, സാധാരണ സലാത്ത് ആഴ്ചയിൽ നടക്കാറുണ്ട്. സലാത്തിന് സിയാറത്തിനും എത്രയോ ആൾക്കാർ വിദൂരങ്ങളിൽ നിന്ന് വന്ന് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റി സന്തോഷപൂർവ്വം മടങ്ങി പോകാറുമുണ്ട്. മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സലാത്ത് ചൊല്ലത് കേൾക്കില്ല. ഹയാത്തി ഖൈറുല്ലക്കും വമമാത്തി ഖൈറുല്ലക്കും തുറദു അലയ്യ അഅമാലുക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. നിങ്ങൾ ചെയ്യുന്ന സർവത്ര അമലുകൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്ന സലാത്ത്. ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. എല്ലാ അമലുകളും സഹിയാകണമെങ്കിൽ നിയ്യത്ത് വേണം. നിസ്കാരം സഹിയാകണമെങ്കിൽ നിയ്യത്ത് വേണം.
നോമ്പ് സഹിയാകണമെങ്കിൽ നിയ്യത്ത് വേണം, കുളി സഹിയാകണമെങ്കിൽ നിയ്യത്ത് വേണം. ഒരുത്തൻ ജനാബത്ത് കുളിക്കുന്നെങ്കിൽ ഞാൻ ജനാബത്ത് കുളിക്കുന്നു നിയ്യത്ത് വേണം. ഹൈദ് കുളിക്കുന്ന പെണ്ണിനിക്ക് ഞാൻ ഹൈദ് കുളിക്കുന്നു എന്ന് നിയ്യത്ത് വേണം. അങ്ങനെ പോയിട്ട് തണ്ണി വിത്തിരണ്ടെങ്കിൽ ബാലയ്ക്ക് തണ്ണി വിത്തിയ പോലെ. അപ്പൊ നിയ്യത്തില്ലാതെ സഹിയാവുകയില്ല. നിയ്യത്ത് കൂടാതെ സഹിയാകുന്നുണ്ടെങ്കിൽ ഒന്ന് തലാഖ്, പിന്നെ ഒന്ന് സലാത്ത്. സലാത്ത് ചൊല്ലുന്നത് നിയ്യത്ത് വേണ്ട, ഇങ്ങനെ ചൊന്നിട്ട് നെയ്ത്ത്. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഇന്നല്ലാഹ, നിശ്ചയമായിട്ടും അല്ലാഹു തആല, വ മലായികതഹു, അല്ലാഹുവിൻ്റെ മലക്കുകളും, യുസല്ലൂന, കൂട്ടത്തിൽ ഇരുന്നിട്ട് ഒറ്റൊരുത്തായിട്ടല്ല. സാധാരണ ഞങ്ങൾ തിങ്ങൾക്ക് നടത്തരല്ലേ, അവിടെ യുസല്ലൂനാണ് ചൊന്നത്. എല്ലാവരും കൂടിയിട്ട് എന്താക്കുന്നത്? സലാത്ത് പറയുന്നു. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന, അവർ സലാത്ത് പറയുന്നു അലൻ നബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ. യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. ഖുർആനിൽ 88 സ്ഥലത്തിൽ ചൊന്നു യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. ഖുർആനിൽ 88 സ്ഥലത്ത് യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ. സല്ലു അലൈഹി, നബി തങ്ങളുടെ മേൽ നിങ്ങൾ സലാത്ത് പറയുക. അല്ലാഹു തആല ഞങ്ങളിട്ട് ചൊല്ലേ, നിങ്ങൾ നബിയുടെ മേലെ സലാത്ത് ചൊല്ലുക. ഞങ്ങൾ എന്തിനു ചൊല്ലേ? എങ്ങനെ ബുദ്ധിമുട്ടാക്ക ഞങ്ങൾ ചൊല്ലേ? സല്ലല്ലാഹു റോങ്, ഞങ്ങൾ ചൊല്ലേത് റോങ് അല്ലേ? യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി, നബി തങ്ങളുടെ മേലെ നിങ്ങൾ സലാത്ത് പറയുക. ഞങ്ങൾ ചൊല്ലട്ടെ സല്ലല്ലാഹു, അല്ലാഹു ചൊല്ലട്ടെ. എങ്ങനെ ഉണ്ട്? അല്ല സർ, അങ്ങനല്ലേ അർത്ഥം? സല്ലല്ലാഹു, അല്ലാഹു ചൊല്ലട്ടെ സലാത്ത്. തൻ്റെ കൊണ്ടാവില്ല അതിനർത്ഥം. അല്ലെങ്കിലോ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ, അല്ലാഹുവേ സല്ലി, നീ ചൊല്ലു സലാത്ത്. അങ്ങനല്ലേ? സല്ലിയുടെ മാന അതല്ലേ? അല്ല സർ, അല്ലാഹുമ്മ സല്ലല്ലാഹു, അല്ലാഹു ചൊല്ലട്ടെ സലാത്ത്. അല്ലെങ്കിലോ അല്ലാഹുമ്മ, അല്ലാഹുവേ സല്ലി, നീ സലാത്ത് ചൊല്ലു. തൻ്റെ കൊണ്ടാവില്ല. റോങ് അല്ലേ ഇത്? അപ്പൊ ശരിക്കും മനസ്സിലാക്കി ലാസ്റ്റ് ചൊന്തറിഞ്ഞു ഇത്. നിങ്ങൾ ഈ കേക്കട നിങ്ങൾ എല്ലാ ആൾക്കാരും എന്ത് രീതിയിൽ അർത്ഥം? മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ എൻ്റെ ഉമ്മമാരെ നിങ്ങളും ഇരുന്നിട്ട് സലാത്ത് പറയൂ. അങ്ങ് അകലെ മദീന മുനവ്വറയിൽ അന്തിവറങ്ങുന്ന ബഹുമാനപ്പെട്ട പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാം പറയുന്ന സലാത്ത്, നാം പറയുന്ന തർലിയത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെളിപ്പെടുത്തപ്പെടുന്നു. TV ഇന്ന് വന്നത്, ടെലിവിഷൻ ഇന്ന് വന്നത്, 1500 കൊല്ലത്തിന് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു കൊടുക്കുന്നു. എങ്ങനെ? നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇസ്രാ മിഅ്റാജ് സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുറിയഹു മിൻ ആയാതിനാ. പ്രത്യേകിച്ച് ഒരു അധ്യായം തന്നെ ഖുർആനിലുണ്ട്. ഇസ്രാ, ഉമ്മുഹാനിയുടെ വീട്ടിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ബുറാഖ് എന്നുള്ള വാഹനത്തിനെ കൊണ്ടുവന്ന് രാത്രി നടത്തി ബൈത്തുൽ മഖ്ദിസിലേക്ക്. മക്കത്തെ ആകാശക്ക് ദൂരം ഉണ്ടാ? ബീസ്റോട്ടല്ലേ നിങ്ങൾ ദയല്ലേ? ബൈത്തുൽ മഖ്ദിസിലെ മുട്ടമാ? ബൈത്തുൽ മഖ്ദിസിലെ മുട്ട ഉണ്ടാ ആകാശത്തേക്ക്? മക്കത്തെ ദൂരം ആയതുകൊണ്ടാ? അല്ല. പിന്നെയോ സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു. അതിന്റെ ചുറ്റുഭാഗത്തിൽ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരെ കൊണ്ട് നാം ബർക്കത്ത് ചെയ്തിരിക്കുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ കൊണ്ടുപോയത് അവിടുത്തെ ഔലിയാക്കന്മാരെ ഒന്ന് സിയാറത്ത് ചെയ്തിട്ട് ആകാശത്തിലേക്ക് കയറാം. അപ്പൊ നിങ്ങൾ യാത്ര പോകുമ്പോഴത്തേക്കു, ഒരു നല്ല ജാഗത്ത് പോകുമ്പോഴത്തേക്കു പള്ളി തടുക്കത്ത് വന്നിട്ട് സിയാറത്താക്കിട്ട് പോകണം. ഇത് ഖുർആനാ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ
മക്കത്ത് ആകാശത്തിലേക്ക് ദൂരമുള്ളത് കൊണ്ടതല്ല, ബൈത്തുൽ മഖ്ദിസിലെ മുട്ടായത് കൊണ്ടല്ല അവിടെ കൂട്ടിക്കൊണ്ടുപോയത്. പിന്നെയോ ബാറക്നാഹു ലഹു ലിനുറിയഹു. പ്രിയമുള്ള സഹോദരങ്ങളെ ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കൊണ്ടുപോയി, എന്നിട്ട് ആകാശത്തിലേക്ക് കയറ്റി. അല്ലാഹുവിന്റെ റസൂൽ ആകാശത്തിലേക്ക് കയറി കൊണ്ടുപോകുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി കാണിക്കേണ്ട സ്ഥലം കാണിച്ച് മഹാനായ മലക്ക് ജിബ്രീൽ. പിന്നെ ജിബ്രീലും മലക്കവിടന്ന് പേടികൊടുമേയാൽ പറഞ്ഞിടുന്നു, എന്റെ സഹായാർത്ഥം നിരുത്താരായി എനിക്കുള്ള അവകാശം കഴിഞ്ഞുപോയി. دعني تقدم يا حبيبي لا تخف أبشر تناجي ربك القيوم. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്നുള്ള മലക്ക് അല്ലാഹുവിന്റെ റസൂലോട് പറയുന്നത്, യാ റസൂലല്ലാഹ്, ഇനി ഒരു ചവിട്ടടി പോലും അങ്ങോട്ട് വെക്കേണ്ട അധികാരം എനിക്കില്ല നബിയേ. ഞാൻ വന്നാൽ ഞാൻ കരിഞ്ഞു പോകും, അങ്ങോട്ട് വെക്കേണ്ട ഒരു അധികാരം എനിക്കില്ല. അതുകൊണ്ട് എൻ്റെ സഹായാർത്ഥം നിരുത്താരായി എനിക്കുള്ള അവകാശം കഴിഞ്ഞുപോയി. ദനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. ഓ നബിയെ, തങ്ങൾ പേടിക്കണ്ട, തങ്ങൾ അങ്ങോട്ട് പോയിക്കോ. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹുവിന്റെ അടുക്കലേക്ക് പോയി. ഖാബ ഖൗസൈനി ഔ അദ്നാ. ഒരു ബില്ലിൽ അമ്പ് വെച്ചുകൊണ്ട് ബലിച്ചാൽ അമ്പിന്റെ മുനകൾ എത്ര അടുക്കുന്നുവോ അത്ര അല്ലാഹുവിന്റെ റസൂലും അല്ലാഹും അതാ അടുത്തു. മാത്രമല്ല, അത്തഹിയാത്തുൽ മുബാറകാത്തുസ് സലവാത്തുത് തയ്യിബാത്തു ലില്ലാഹ്, അല്ലാഹുവിലേക്ക് കാഴ്ച വെച്ചുകൊണ്ട്, ചുരുക്കി പറയട്ടെ, അല്ലാഹുവിനോട് സംസാരിച്ചുകൊണ്ട് അന്ന് സുബയാകുന്നതിന് മുമ്പ് തന്നെ മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിലേക്ക് തിരിച്ചു വന്നു. പിറ്റേന്ന് രാവിലെ എണീറ്റ് പറയുന്നു, ഞാൻ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയി, ആകാശത്തിലേക്ക് പോയി, അല്ലാഹുവിനെ കണ്ട്, അർശ് കുർസി ലൗഹ് കലം എല്ലാം ഞാൻ കണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ വിശ്വസിക്കുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ്. അവിടെ കുറെ ഖുറൈശികളുണ്ട്. മുമ്പ് ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയ ആൾക്കാർ, ബൈത്തുൽ മഖ്ദിസ് കണ്ട ആൾക്കാർ, ഖുറൈശികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അങ്ങ് കേൾക്കരുത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയത് നേരാ? സത്യം, ഞാൻ പോയത് നേര്. എങ്കിൽ എന്റെ ചോദ്യത്തിന് മറുപടി നൽകോ? എത്ര സമയമായി ഇവിടെ പള്ളിയിൽ തർക്കത്ത് പണ്ട് നിങ്ങൾ ഇവിടെ ഉള്ള ഇബ്രാഹിനെ വിളിച്ചിരിക്കാൻ കുറെ ഈ എത്ര തൂണുകൊണ്ടിട്ടു. ഇതാ ഈ ഫില്ലർ ഒറ്റടിക്ക് എത്ര ചൊല്ലോ, നിങ്ങൾ ഒത്തിരി എത്ര കണ്ടിട്ടുണ്ടോ? കിടക്കി ചൊല്ല തീരുവാ, റപ്പ ചൊല്ല തീരുവാ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു ഖുറൈശികൾ, മുഹമ്മദേ, ബൈത്തുൽ മഖ്ദിസിന്റെ പള്ളിയിലേക്ക് എത്ര വാതിലുണ്ട്, എത്ര കിട്ടിക്കിണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കിട്ടിക്കേണ്ടു പോയിട്ടമാ, അല്ലെ ബായിലെണ്ണു പോയിട്ടമാ അവിടേക്ക് ബൈത്തുൽ മഖ്ദിസിലേക്ക്? പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹിജ്രി ഇസ്മായിലിന്റെ കൊടിയിൽ കയറി നിന്ന് അല്ലാഹുവിന്റെ റസൂലിക്ക് ബൈത്തുൽ മഖ്ദിസ് ഡയറക്റ്റായി കാണുന്നുണ്ട്. ഖുറൈശികൾ ചോദിക്കുന്നു, ബൈത്തുൽ മഖ്ദിസിന്റെ ഏത് ഭാഗത്തിലേക്കാണ് ബാദിലുള്ളത്, എത്ര ബാദിലുണ്ട്, എത്ര കിട്ടിക്കിണ്ട് എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ടപ്പ എന്നുള്ള മറുപടി അങ്ങോട്ട് പറയുമ്പോൾ ഖുറൈശികൾ അമ്പരന്ന് പോയി. ഞാനിത് പറഞ്ഞു വന്നത്
ഇപ്പോഴാണ് ഞങ്ങളുടെ പുരകളിൽ ടെലിവിഷൻ ഉണ്ട് എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിക്ക് അല്ലാഹു തആല ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന സലാത്ത്, ഉമ്മമാരെ നിങ്ങൾ പറയുന്ന തർലിയത്ത് സലാത്ത് വക്കെയും ഇന്ന മുഹമ്മദിന്റെ മകൻ അബൂബക്കർ, അബൂബക്കറിന്റെ മകൻ ഉമർ, അല്ലെങ്കിൽ ഫാത്തിമാന്റെ മകൾ സുലൈഖ, ദുലൈഖാന്റെ മകൾ ആയിഷു എന്റെ മേൽ സലാത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങ് അകലെ മദീനത്തിൽ അന്ത്യപറങ്ങുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ഖൈർ കൊണ്ട് ദുആരക്കുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ പ്രിയമുള്ള മുഅ്മിനുകളെ, ഞാൻ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ കൂടി വ്യക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹർ ലം യകു ശൈഅൻ മദ്കൂറാ ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംസാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആലയായ റബ്ബുൽ ഇസ്സത്ത് ഖുർആനിൽ വ്യക്തമായ ഭാഷയിൽ പഠിപ്പിക്കുന്നു. ഹൽ അതാ അലൽ ഇൻസാനി ഹീനുൻ, മനുഷ്യനിക്ക് ഒരു സമയം വന്നിട്ടില്ലയോ? ലം യകു ശൈഅൻ മദ്കൂറാ, ശൈഅൻ മദ്കൂർ എന്ന് അഥവാ മനുഷ്യൻ എന്ന് പറയുന്ന, മുഹമ്മദ് എന്ന് പറയുന്ന, ആയിഷു എന്ന് പറയുന്ന, ദുലൈഖ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യനോ അല്ലെങ്കിൽ ഇത്തര ശൈയോ ഇത്തര ജാതിയോ ഇത്തര വർഗമോ എന്ന് പറയാൻ പറ്റുന്ന ഒരു സന്ദർഭം വന്നിട്ടില്ലയോ? ഹല്ലത്താ അലൽ ഇൻസാനി ഹീനുൻ മിനദ് ദഹർ ലം യകു ശൈഅൻ മദ്കൂറാ. ശൈഅൻ മദ്കൂറല്ല. ഏതാ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ, മനുഷ്യനെ അംസാജ്, മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കുന്ന നുത്ഫത്തിൽ നിന്ന് നാം മനുഷ്യനെ പടച്ചു. ഇല്ലേ? മൂക്കട്ട പോലത്തെ സാധനം. മുഹമ്മദ് എന്ന് പറയാൻ പറ്റോ? അബൂബക്കർ എന്ന് പറയാൻ പറ്റോ? ദുലൈഖ എന്ന് പറയാൻ പറ്റോ? ഇന്ദിരത്തുള്ളിക്ക്, ഈ ഇന്ദിരത്തുള്ളി മൂക്കട്ട പോലത്തെ സാധനം, ഈ സാധനത്തിട്ട് പ്രിയമുള്ള മോമിനുകളെ, ഉപ്പാന്റെ മുതുവിൽ നിന്ന് മനുഷ്യന്റെ പവർ ഞാൻ നിങ്ങൾ മനസ്സിലാക്കി നോക്ക്. ഉപ്പാന്റെ മുതുവിൽ നിന്ന് മൂത്ര പൈപ്പിൽ കൂടി ഉമ്മാന്റെ മൂത്ര സ്ഥലത്തിൽ കൂടി വയറ്റിലേക്ക് കടത്തി. ഉമ്മാന്റെ വയറ്റിലേക്ക് കടന്നിട്ട് ആ ഉമ്മാന്റെ വയറ്റില് 9 മാസം 9 ദിവസം 9 മണിക്കൂർ ഞാനും നിങ്ങളും കടന്നവരാണ്. ഉമ്മാന്റെ വയറ്റിൽ കിടക്കാണ്ടൂടെ ഭർത്ത വന്നങ്ങാറില്ലേ? ഇതിൽ ആരെങ്കിലും ഇതിനെ ഒഴിച്ചു നിൽക്കോ? നോക്ക, അത്ര ധൈര്യം ഞങ്ങൾ എണിച്ചു നിൽക്കോറും. ആരോ കാണില്ല, എല്ലാവരും കിടന്ന ആൾക്കാരെ. അപ്പൊ ഉമ്മാന്റെ വയറ്റിൽ നിന്ന് 9 മാസം 9 ദിവസം 9 മണിക്കൂർ. പ്രിയമുള്ള മോമിനുകളെ, 9 ദിവസം 9 മണിക്കൂർ അവിടെ താമസിക്കുന്ന സന്ദർഭത്തിൽ എന്ത് തിന്നുകൊണ്ട് ജീവിച്ചു? സുബൈക്ക് നാശാക്കിയ മാതിരി നല്ല പത്തിരു കറി തിന്നാ, ബിരിയാണി തിന്നോ, അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും സാധനം തിന്നോ? പ്രിയമുള്ള സഹോദരങ്ങളെ, സാധാരണ ചോദിക്കാറുണ്ട് പെണ്ണുങ്ങളോട്, ഉമ്മമാരോട്, നീ എപ്പടി കുളിച്ചിരേൻ? കുളിച്ചിട്ടില്ലാണ്ടായിക്കുമോന്നുള്ള ബസ്സാക്ക എപ്പടി നീ കുളിച്ചിരേൻ? എന്തായിട്ട് അർത്ഥം? നീ എപ്പോ കുളിച്ചിരെന്ന് ചോദിച്ചാൽ അതിന്റെ മാനന്താ? നിന്റെ ഹൈൽഡ് രക്തം എപ്പ സ്റ്റോപ്പായി? നിനക്ക് എപ്പ ഗർഭം നിന്ന്? പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ഉമ്മാന്റെ വയറ്റിൽ താമസിക്കുന്ന സന്ദർഭത്തിൽ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത്, അവന്റെ കുദ്റത്ത്, നമുക്കവിടെ ഇവിടത്തെ മാതിരി ചോറ് തിന്നാൻ സാധിക്കില്ല, പത്തിർ തിന്നാൻ സാധിക്കില്ല, ഇറച്ചിയും കോഴിക്കറിയും തിന്നാൻ സാധിക്കില്ല.
ഉമ്മാന്റെ വയറ്റിൽ നിന്ന് വരുന്ന നീചയും നികൃഷ്ടവുമാകുന്ന ആ രക്തമുണ്ടാകുന്ന സന്ദർഭത്തിൽ നിസ്കരിക്കൽ ഹറാമാണ്, നോമ്പ് നോക്കൽ ഹറാമാണ്. മാത്രമല്ല ഭാര്യ ഭർത്താക്കന്മാർ ഇണങ്ങിച്ചേരൽ ഹറാമാണ്. ഇത്രയും നീകവും നികൃഷ്ടവുമാകുന്ന ഈ രക്തത്തിന് രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പാലായി മാറ്റിമറിച്ചു നമ്മുടെ വയറ്റിലേക്ക് കൂടി കടത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്ങനെയാണ് കടത്തിയത്? വായിൽ കൂടിയല്ല. പ്രസവിച്ചപ്പോൾ കാണാൻ വല്ല ചാട്ടവാര പോലത്തെ പൊക്കിൽ, വല്ല ചാട്ടി പോലെ ഉണ്ട് പൊക്കിൽ. ഇതിൽ കൂടി അല്ലാഹു തആല നമ്മുടെ വയറ്റിലേക്ക് കടത്തി. എന്നിട്ട് 9 മാസം 9 മണിക്കൂർ 9 ദിവസം അവിടെ നാം നല്ല അന്തസ്സത്തോടു കൂടി ജീവിച്ചു മനുഷ്യൻ. എന്നിട്ട് ആ സമയമാകുമ്പോൾ അല്ലാഹു തആല വഴിയെ എളുപ്പമാക്കി കൊടുത്ത് പ്രസവിച്ചു. ഉമ്മ പ്രസവിച്ചിട്ട് തായോട്ട് വീണ സന്ദർഭത്തില് മനുഷ്യൻ ചെയ്യേണ്ടതാ എണിച്ചു പോണ്ടു. മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണ്? ആദ്യം ചെയ്യേണ്ട കാര്യം സിമ്പിൾ എന്തെങ്കിലും പഠിക്കൊണ്ട് വേണം അടിച്ചോളെ. മനുഷ്യൻ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്ത്? സാധാരണ ചൊല്ലെന്തിരെ പെറ്റവർത്ത് ചൊല്ലെന്തിരെ ഒരാണ് പെത്ത മോള് പെത്തലാ എന്തിരെ കിടാവൂ ആണ് കള്ള അല്ലേ? കിടാവിടെ എടുത്തിട്ട് കള്ള അല്ലെങ്കിൽ കള്ളത്തി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ കള്ള എന്നുള്ള വാക്ക് അല്ലെങ്കിൽ കള്ളത്തി എന്നുള്ള വാക്ക് നമ്മുടെ കുഞ്ഞിയുടെ കാതിലേക്ക് എപ്പോ കേൾക്കുന്നുണ്ടോ പിന്നെ ലോകത്ത് വെച്ച് അവന്റെ അത്ര വലിയ കള്ള തേങ്ങ കക്കാനും മാങ്ങ കക്കാനും അടയ്ക്ക കക്കാനും അവന്റെ അത്ര വലിയ ശൂരൻ ഉണ്ടാവുകയില്ല. ഖാല റസൂലുള്ളാഹി. അപ്പൊ ആദ്യം കിടാവിന്റെ ചെവിയിലേക്ക് കേൾക്കേണ്ടത് ബാങ്ക് വലത്തെ ചെവിയിലേക്ക്, ഇടത്തെ ചെവിയിലേക്ക് ഇഖാമത്ത്. പ്രസവിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ആണുങ്ങളില്ല എങ്കിൽ ഉമ്മ നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയും. ആരെങ്കിലും പെണ്ണുങ്ങൾ അവിടെ ബാങ്ക് കൊടുക്കൂ? ഇല്ല. അവിടെ പെണ്ണുങ്ങളില്ലെങ്കിൽ പ്രസവിച്ച ഉമ്മ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറയട്ടെ. ഉസ്താദെ ചോര ഉണ്ടല്ലേ? എവിടെ ചോരല്ലേ? ബായില. ഇസ്ലാം പഠിപ്പിക്കുന്നു അല്ലാഹു അക്ബർ എന്ന് പറയും. ഇരിക്കട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ മനുഷ്യൻ കുട്ടി ചെറുതുപോയി വലുതായി ഇങ്ങനെ വലുതായി കൊണ്ടുവരുമ്പോൾ ഓരോ കാര്യങ്ങൾ, ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ അവനതാ പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ പഠിക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് വലുതായി വരുമ്പോൾ രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്ത് ഇത് മുഴുവനും നൽകി. നേരത്തെ പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ നൽകിക്കൊണ്ട് മനുഷ്യനെ പരിശോധിക്കുന്നു. അല്ലാഹു തആല എത്ര വലിയ നിഅമത്ത് നൽകിയെങ്കിലും മനുഷ്യനിക്ക് നൽകിയ ഏറ്റവും വലിയ നിഅമത്ത് ജൗഹരി ഉസ്താദ് നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമായിരിക്കുക എന്നുള്ളത്, മുസ്ലിമായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ നിഅമത്ത്. അല്ലാഹു തആല മനുഷ്യനിക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഇസ്ലാമായിരിക്കുക എന്നുള്ളത് നിങ്ങൾ കേട്ടവരാണ് എങ്കിലും മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വിശ്വസിച്ചപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൻഈം എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിലേക്ക് കയറ്റി. എന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റുഭാഗത്തില് കിങ്കരന്മാരാകുന്ന ആൾക്കാർ അമ്പ് പിടിച്ച് നിന്നിട്ട് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ അമ്പ് നീട്ടിയപ്പോൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ആൾക്കാർ പറയുന്നത്, ഓ ഹുബൈബേ, നിനക്ക് നീട്ടിയതാകുന്ന അമ്പിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്ന മുഹമ്മദ് നബിക്ക് നേരെ തിരിഞ്ഞു വെക്കൽ എനിക്ക് സന്തോഷമാണ് എന്ന് നിങ്ങൾക്കുള്ള നാവ് കൊണ്ടൊന്ന് പറയൂ. ഞങ്ങളെ രക്ഷപ്പെടുത്താം. പക്ഷേ മുഹമ്മദ് നബിക്ക് ഞങ്ങൾ വെച്ചില്ല എങ്കിലും നിങ്ങൾക്കുള്ള നാവ് കൊണ്ട് ഒന്ന് പറയൂ എന്ന് പറയുന്ന സന്ദർഭത്തിൽ മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു പറയുന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എനിക്ക് വെച്ച അമ്പിനെ തിരിച്ചു വെക്കൂ എന്ന് പറയുന്നത് പോകട്ടെ,
അല്ലാഹുവിന്റെ റസൂലിന്റെ കാലിൻക്ക് ഒരു മുള്ളെടുത്ത് വറക്കുന്നത് പോലും, മുള്ളെടുത്ത് വേദനിപ്പിക്കുന്നത് പോലും എനിക്ക് ഇഷ്ടമല്ല. വലസ്തു ബാലിഹിന ഉഖ്തലു മുസ്ലിമാ അലാ ഐ ജംബിൻ കാന ലില്ലാഹി മസ്റഈ. എന്നെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തിയാലും, ഞാൻ ഈ തൂക്കുമരത്തിൽ വെച്ച് മരിച്ചാലും ഞാനും മുസ്ലിമാണ്. അത് തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നേരത്തെ പറഞ്ഞില്ലേ? മഹാനായ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ബദ്ർ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മരിക്കേണ്ട ഭാഗ്യം, ആ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മരിക്കേണ്ട ഭാഗ്യം ലഭിക്കാത്ത ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബാക്കൾ ഇലാ ഹദ്റത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് കൊണ്ടുപോയി കിടത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖം നോക്കിക്കൊണ്ട് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന വാക്ക്, നികരറ്റവർ യാസിൻ ഹബീബുള്ളാന്റെ നേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ട് ഉഗന്ധേന ജിയുള്ളോടവർ ചൊല്ലാവേ ഉടയോൻ പുകഴ്ന്നിട്ടേ റസൂലുള്ളാവേ. വെഞ്ചക്കളം വിട്ട് പിരിന്തോനാനേ വെളിച്ചെറു ഷഹീദാമോ അലാ പൊന്മോനേ. യാ റസൂലല്ലാഹ്, ബദ്ർ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് മരിക്കേണ്ട ഭാഗ്യം എനിക്ക് ലഭിച്ചില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വെച്ചുകൊണ്ട് മരിച്ചാൽ ആ ബദ്രീങ്ങളുടെ പട്ടികയിൽ ഞാൻ പെടുമോ? ആരാണ് ബദ്രീങ്ങൾ ഇതൊന്നും വിശേഷിപ്പിച്ചില്ലേ? ഒരു നൽ നബിയോട് ഓതി ജിബ്രീലും ഉങ്ങളെ വിചാരം വാരെ കൊണ്ടെന്താമേ ഉറക്കെട്ട് ത്വഹാജ വാബൻ സ്വഹാബികൾ ഒക്കെയിൽ പോരീശ പെട്ടോവർ ഇവരാമേ. ഏത് ഉമ്മമാർക്കായി ഇന്ന് പാടാൻ അറിയുന്നത്? ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് ബദ്രമാല, മൊയ്യദിമാല, നഫീസത്ത് മാല പാടണമെന്ന് തിരിഞ്ഞിട്ട് ഞങ്ങളിട്ട് തണ്ണി മന്ത്രിച്ചിട്ട് കുടിക്കുക അബ്ബാസാക്ക പോയിട്ട് അതല്ല ഇല്ലേ? നഫീസത്ത് മാലന്റെ പാട്ടാ. പണ്ട് ഏതെങ്കിലും ഒരു ഉമ്മ പ്രസവിക്കുന്നു എങ്കിൽ നേർച്ചാക്കിരുന്ന എൻ്റെ മോള് പെറ്റുണ്ടായെങ്കിൽ നല്ല സലാമത്തിൽ പെറ്റുണ്ടായെങ്കിൽ നഫീസത്ത് മാല പാടുവാട്ടെ, അല്ലെങ്കിൽ ബദ്രമാല പാടുവാട്ടെ. അതിന്റെ പാടുവാട്ടരംഗം കൊറോടി, പാടുരംഗം കൊറോടി. നഫീസത്തുമാല ജിഗവരാം ഷാഫി ഇമാം എപ്പോഴും മാടൂത്തേ ചെയ്തിരിക്കും തേട്ടമിൽ ഹദീസേറയാൽ തരിത്തേ. മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ദ്വാരപ്പിക്കാൻ വേണ്ടി മഹാനായ ഷാഫി ഇമാം തങ്ങൾ അവர்கள் ആളെ അയച്ചിരുന്നു. ഷാഫി ഇമാം തങ്ങൾ തന്നെ പോയിരുന്നു ദ്വാരപ്പെട്ടവനായിട്ട്. ഔലിയാക്കന്മാരുണ്ട് പോയ ചരിത്രം, ഔലിയാക്കന്മാരുണ്ട് പോയിട്ടില്ല ചൊല്ല, പോയ ചരിത്രം ഇതുള്ളത്. ജിഗവരാം ഷാഫി ഇമാം എപ്പോഴും അടുത്തേ. ഷാഫി ഇമാം തങ്ങൾ അവരോട് രോഗം പിടിച്ചിട്ട് രോഗശയ്യയിൽ ആയപ്പോ കിടന്നപ്പോ ദ്വാരപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ആല കിടത്തിയിട്ട് അന്ന് ഗുണത്തിനോതും തേട്ടമിൽ പകരത്തെ ഒന്നില്ലേ? അന്ന് ഗുണത്തിനോതും തേട്ടമിൻ പകരത്തെ മന്നവൻ ലീക്കാനവർക്ക് നൽകിടട്ടെണ്ടുത്തേ. എപ്പോഴും സാധാരണ ദ്വാരക്കലുണ്ട്. പടച്ച റബ്ബേ അവരുടെ സൂക്കേട് നീ മാറ്റി കൊടുക്കണം, അവരുടെ രോഗതി മാറ്റി കൊടുക്കണം. രോഗശയ്യയിൽ കിടന്നിട്ട് ആളെ അയച്ചപ്പോ മഹദിയാകുന്ന നഫീസത്തുൽ മിസ്രി